ജൂതപ്പക അതിൽ ലോകം നടുങ്ങുമെന്നാണ് പറയുന്നത്. അതായത് ആണവായുധങ്ങൾ, ഇറാന്റെ ആണവായുധങ്ങൾ അമേരിക്ക തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിൽ നിന്ന് അമേരിക്ക അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടില്ല. അത്തരം വലിയ നാശനഷ്ടങ്ങളൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്തായിരിക്കും ഇനി ഇസ്രായേലിൻ്റെ നിലപാട്? അതായത് ഇസ്രായേലിനെ പിരികേറ്റി വിട്ടത് അമേരിക്കയാണ്. ഇസ്രായേലിന് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി. അവിടെ ഒരുപാട് ജനനിബിഡമായ നഗരമാണ് ടെല്ലവീവ്. അത് ഏറെക്കുറെ വിജനമാണ്. ഒരുപാട് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെയും എണ്ണ സംഭരണശാലകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായി. സൈനിക കേന്ദ്രങ്ങളിലും അത്യാവശ്യം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ആനയാട് വ്യത്യാസമുണ്ട്, രാജ്യങ്ങളുടെ വലിപ്പം നോക്കുമ്പോഴും സൈനിക സംവിധാനങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അവരാണ് കമ്പാരിറ്റീവ്ലി മിലിറ്ററി ഫോഴ്സിൽ ബെറ്റർ ഇസ്രായേൽ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി നോക്കുമ്പോൾ ഇസ്രായേലിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ കൈവിട്ട അവസ്ഥയിലാണ്. കാര്യം അമേരിക്കയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഇവർ ഒറ്റയ്ക്ക് പോയി ആക്രമണം നടത്തുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ ഇത് തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. നേരത്തെ വാർത്തകൾ വന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. കാര്യം ഇവർ തമ്മിലാണല്ലോ ആണവ നിർവ്യാപന കരാറും അതുമായിട്ടുള്ള തർക്കങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷേ അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ പോയി ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ അവിടെ ആക്രമിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നു. അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇറാൻ ആണവോർജ അല്ലെങ്കിൽ ആ ആണവായുധ പദ്ധതികളുമായിട്ട് അവർ മുമ്പോട്ട് പോകും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഭീഷണിയാണ്. അത് കണക്കാക്കിയാണ് ഇസ്രായേൽ ഒരു മുഴം മുൻപേ എറിഞ്ഞത്. പിന്നെ അവർക്ക് മറ്റൊരു അജണ്ട കൂടിയുണ്ട്. മറ്റേ ഫലസ്തീൻ ഹമാസിനെ നിർവീര്യമാക്കുക. ഹമാസിന് വേണ്ട വെള്ളവും വളവും കൊടുക്കുന്ന ഇറാനാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനെ ആദ്യം ഒതുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹമാസും ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു പദ്ധതിയും കൂടി ഉണ്ട്. ഇതും കൂടി കണക്കാക്കിയാണ് ഇസ്രായേൽ പണി തുടങ്ങിയത്. അവർ കരുതിയിരുന്നത് അവർ തുടങ്ങി വെക്കും, അമേരിക്ക പുറകെ കൂടുമെന്നുള്ളതാണ്. പക്ഷേ നിരന്തരം ആവശ്യപ്പെട്ടു ട്രംപിനോട്, നിങ്ങളും വന്ന് പങ്കുചേരൂ. പക്ഷേ ട്രംപ് അത് പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു. വീണ്ടും ഒരു 2 ആഴ്ച സമയം കൂടി നീട്ടിക്കൊടുത്തു. അതിനുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ആ 2 ആഴ്ച കൊടുത്തതിൽ 2 ദിവസത്തിനുള്ളിൽ അമേരിക്ക അവിടെ ബോംബിടുകയാണ് ചെയ്തത്. അതും നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് വാർത്തകൾ വന്നത്. നെതന്യാഹു ട്രംപിനെ വിശ്വസിപ്പിച്ചു അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്. അപ്പോൾ ട്രംപിന് വേറെ പിന്നെ മാർഗ്ഗമില്ല, യുദ്ധത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങൾ അവിടെ നേടിയിട്ടില്ല. ഇപ്പോൾ ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ പുറത്തായി എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഫോർദോയിൽ നടത്തിയ സ്ഫോടനം അവരുദ്ദേശിച്ച ലക്ഷ്യം നേടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയ്ക്കും കാര്യമായ അവകാശപ്പെടാനൊന്നുമില്ല. ഇസ്രയേൽ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. കാര്യം അവരുടെ ആണവ നിർവ്യാപനം സംബന്ധിച്ച് ഒരു വ്യക്തതയും വന്നിട്ടില്ല. ആണവായുധം ഇറാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പോലും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അപ്പോൾ ഇസ്രയേലിന് ഇറാൻ ഇപ്പോഴൊരു ഭീഷണിയായിട്ട് തന്നെ തുടരുന്നു. ഏത് സമയവും 2 രാജ്യങ്ങൾ തമ്മിൽ ഇനിയും സംഘർഷം ഉണ്ടാകും. ഇസ്രയേലിന് ഇതേ രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ ഇറാൻ കുറേ കൂടി കോപ്പ് കൂട്ടുന്നുണ്ടാവും. പക്ഷേ എന്തുദ്ദേശിച്ചാണോ തുടങ്ങി വെച്ചത് ലക്ഷ്യം നേടാതെയാണ് ഇസ്രയേൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഞങ്ങളുടെ മേലൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ഭീഷണിയും അമേരിക്ക വരുത്തിയിട്ടില്ല, അവിടെ കുറച്ച് കെട്ടിടങ്ങൾ പൊളിക്കാനാൽ മാത്രമല്ല ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റി. ചിത്രങ്ങളും പുറത്തു വന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളതും. CNN ഇത് ചോർത്തുന്നത് വരെ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഏകദേശം ഇതൊക്കെയാണെന്ന് അറിയാം. പക്ഷെ വൈറ്റ് ഹൗസ് അത് അടപടലം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയല്ല. പക്ഷേ അവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അവർക്ക് കാര്യമായ നാശനഷ്ടങ്ങളില്ല. അവിടെ യുറേനിയം ശേഖരിച്ച് വെച്ചത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും ബോംബ് വർഷിച്ചിട്ടും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതി തന്നെ വന്നത്. സ്വാഭാവികമായിട്ടും ഇനി ഇറാൻ ഒന്നുകൂടെ ശക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇറാനും ഇസ്രായേലും ഒരുപോലെയാണ്. ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ഇന്ത്യയെ വിളിച്ചിട്ട് 45 മിനിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി അടുപ്പം ജൂതന്മാർക്ക് ഇന്ത്യയോടാണ്.
കാരണം അവരിവിടെ വന്നപ്പോൾ അവർക്ക് സ്വീകാര്യത കിട്ടിയത് ഇന്ത്യയിലാണ്. ഇത്തരം ഒരു ഒറ്റപ്പെടൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇന്ത്യ ആർക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ? ഇറാൻ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്തെന്നുള്ളത് ഇന്ത്യ നേരത്തെ തന്നെ ചേരിചേരാ നയത്തിൻ്റെ വക്താക്കളാണ്. ഇന്ത്യ ഒരു വാദിയുടെ കൂടെയും നിൽക്കില്ല, ഇരയുടെ കൂടെയും നിൽക്കില്ല. ഇന്ത്യ ഇറാനൊപ്പവും നിൽക്കും, ഇസ്രായേലിനൊപ്പവും നിൽക്കും. രണ്ടുപേരും തൊട്ടുകൂടായ്മയില്ല. ഇറാനെ നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. അവർ ഏത് വലിയ ആണവ ഭീഷണിയാണെന്ന് പറഞ്ഞാലും ശരി, അവരെത്ര വലിയ മതമൗലികവാദികളാണെങ്കിലും ശരി, അവരുടെ കയ്യിൽ എണ്ണ സമ്പത്തുണ്ട്, നമ്മുടെ കയ്യിൽ അതില്ല. അതുകൊണ്ട് നമുക്ക് ഇറാനെ നമുക്ക് പിണക്കി നിർത്താൻ പറ്റില്ല. നമുക്ക് അവിടുന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത വിലയ്ക്കാണ് നമുക്ക് ഇന്ധനം തന്നുകൊണ്ടിരിക്കുന്നത്, ക്രൂഡ് ഓയിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാനിൽ നിന്ന് നേരിട്ട് നമ്മുടെ പ്രകൃതിവാതകം എത്തിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ആ രീതിയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറാനെ ഒരിക്കലും പിണക്കാൻ പറ്റില്ല. കാര്യം അത് ഇറാൻ്റെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എണ്ണ സമ്പത്ത് ആയതുകൊണ്ട് തന്നെ. എന്നാൽ നമുക്ക് ഇസ്രയേലിനെയും ഒഴിവാക്കാനൊക്കില്ല. കാര്യം ഇസ്രയേലാണ് നമുക്ക് വേണ്ട ഏറ്റവും സാങ്കേതിക തികവുള്ള ആയുധങ്ങൾ തരുന്നത്. തോക്കുകളായാലും ശരി, പിന്നെ വിമാനങ്ങളായാലും ശരി, എല്ലാം ഇസ്രയേലാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് തന്ത്രപരമായിട്ട് നമുക്ക് രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നല്ലാണ്ട് നമ്മളിതിനെ രണ്ടുപേരെയും തള്ളിക്കളയുന്നത് ബുദ്ധിമോശമാണ്. എന്നാൽ രണ്ടുപേരെയും ചേർക്കാവുന്ന പരിസരങ്ങളിലൊക്കെ ചേർക്കുക. ഒരുപക്ഷേ ഈ യുദ്ധം നീണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അത് നമുക്ക് ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ വില വർധനവ്, ക്രൂഡ് ഓയിലിൻ്റെ വില ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ വലിയ രീതി ഏതാണ്ട് ഇന്ത്യക്ക് ആവശ്യമുള്ളതിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ധന ആവശ്യം. അതിലേറിയ പങ്കും വരുന്നത് ഈ മേഖലയിൽ നിന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാകും ഈ യുദ്ധം നീണ്ടു പോയാൽ. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം എത്രയോ പേരാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത്. അവർ പ്രതിസന്ധിയിലാകുന്ന മാത്രമല്ല, അവരെ നമ്മൾ എവിടെ പുനരധിവസിപ്പിക്കും? അവർ തൊഴിലൊക്കെ ഇല്ലാണ്ടായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ തൊഴിലില്ല. പക്ഷേ നമുക്ക് അവരെ തള്ളിക്കളയാനൊക്കില്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊള്ളണം. പക്ഷെ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അവർ വരുമ്പോൾ, തൊഴിലില്ലാതെ വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായല്ലോ, മറ്റേ ഈ പൊതുമാപ്പ് പ്രഖ്യാപിച്ച സമയത്തൊക്കെ വന്നപ്പോൾ നമ്മൾ വലിയ ക്യാമ്പയിനൊക്കെ നടത്തി അവർക്ക് ഉടനെ തന്നെ പുനരധിവസിപ്പിക്കും. സർക്കാർ എന്തോ അതുവരെ എന്തോ ധനസഹായം ഇതാക്കത്ത് ധനസഹായമൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം എത്ര പേർക്ക് കിട്ടിയെന്ന് പോലും അറിയില്ല. പ്രവാസികളാണെന്ന് വിശ്വസിക്കത്തില്ല. ആ സമയത്ത് ഒരുപാട് ഈ വഴിയോര കടകളും തട്ടുകടകളും ഒക്കെ തുടങ്ങി, പ്രവാസി എന്നൊക്കെ പേര്. അല്ല, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേനെ യുദ്ധം നീണ്ടു പോയിരുന്നെങ്കിൽ. പക്ഷേ എന്തോ ഭാഗ്യവശാൽ പക്ഷേ ജയിച്ചു നിൽക്കുന്നത് ഇറാനും അമേരിക്കയുമാണ്. പണി കിട്ടിയത് ഇസ്രായേലിനാണ്. അവരാവേശത്തിന് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അമേരിക്ക പിന്തുണയ്ക്കുമെന്ന് കരുതി. പക്ഷേ അമേരിക്ക കൈമലർത്തി. അവസാന നിമിഷമാണ് അമേരിക്ക ഇടപെട്ടത്. കുറച്ചുകൂടി നേരത്തെ അമേരിക്ക ഇടപെട്ടിരുന്നെങ്കിൽ ഇസ്രായേലിന് ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാകില്ലായിരുന്നു. യുദ്ധം കുറച്ചുകൂടി നേരത്തെ അവസാനിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.